നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. കാട്ടുപന്നി ആക്രമണത്തിൽ വണ്ടൂർ സ്വദേശി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പ്രദേശത്ത് 10ഓളം കാട്ടുപന്നികളെ വേട്ടയാടി വെടിവെച്ചു കൊന്നു. തിരുവാലി പഞ്ചായത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കാർഷിക വിളകൾക്കും മനുഷ്യജീവനും വൻ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന 10ഓളം വരുന്ന കാട്ടുപന്നികളെയാണ് RRT അംഗങ്ങൾ വെടിവെച്ചു കൊന്നത്. എറിയാട് പ്രദേശത്തെ കളത്തിങ്ങൽ നവാസ് ഷരീഫിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് നാട്ടുകാരനും ലൈസൻസുള്ള വേട്ടക്കാരനുമായ KP ഷാന്റെ നേതൃത്വത്തിലുള്ള മങ്കട സ്വദേശികളായ അലി നെല്ലേങ്കര, വിജയ് തോമസ്, പെരിന്തൽമണ്ണ സ്വദേശി ദേവകുമാർ വരിക്കത്ത് എന്നിവരടങ്ങിയ സംഘം പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. തിരുവാലി പഞ്ചായത്തിൽ കാർഷിക വിളകൾക്കും മനുഷ്യജീവനും ഭീഷണിയായി വളർന്നു വരുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർഷകർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലൈസൻസ് തോക്ക് ഉടമകളായിട്ടുള്ള ഷാൻ ഉൾപ്പെടെയുള്ള ടീം, ഒരു RRT ടീമാണ് ഇന്നലെ രാത്രി എറിയാട് പെട്രോൾ പമ്പിന് സമീപത്തുമുള്ള കൃഷിയിടങ്ങളിൽ ഉള്ള കാട്ടുപന്നികളെ 10ഓളം വരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. വെടിവെച്ച് കൊന്ന മൃതശരീരങ്ങൾ ഫോറസ്റ്റിൻ്റെ സമ്മതത്തോടുകൂടി അറിവോടുകൂടി ഇവിടെ നാട്ടുകാർ ഇത് സംസ്കരിച്ചിരിക്കുകയാണ്. വളരെ നല്ല ഒരു സദുദ്യമമാണ് ഈ ടീം നടത്തിയിട്ടുള്ളത്. തിരുവാലി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും ഒട്ടേറെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ വരുന്നുണ്ട്. ഇന്നലെയാണ് ഒരു വാഗണർ കാറ് ഒരു പന്നി ഇടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപകടമുണ്ടായി. നമ്മുടെ ഫുട്ബോൾ കളിക്കാരനായ നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മരണത്തിന് കാരണമായി. ഒട്ടേറെ ആളുകൾ അപകടത്തിൽ ആശുപത്രിയിലും ചികിത്സയിലുമാണ്. ഈ സാഹചര്യത്തിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കർഷകർ വലയുകയാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ നല്ലവരായ കർഷകരുടെ നേതൃത്വത്തിൽ ഷാൻ ഉൾപ്പെടെയുള്ള ലൈസൻസ് തോക്ക് ഉള്ള ആളുകൾ ഈ സദുദ്യമം നടത്തിയിട്ടുള്ളത്. വണ്ടൂർ സ്വദേശിയായ പൊത്തങ്കോടൻ നൌഷാദ് കഴിഞ്ഞ 22-നാണ് കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ചത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നൌഷാദിന്റെ സുഹൃത്തു കൂടിയായ ഷാൻ പന്നി വേട്ടയ്ക്കിറങ്ങിയത്. തിരുവാലി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളായ എറിയാട്, തിരുവാലി ടൗൺ പരിസരങ്ങൾ, പിന്നെ കോഴിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്രയും പന്നികളെ വെടിവെക്കാൻ ആദ്യം. ഒരുപാട് അപകടങ്ങളുണ്ടായി. ഞങ്ങളെ ഉറ്റ സുഹൃത്തായ നൌഷാദിന്റെ മരണം, അദ്ദേഹത്തിന്റെ കുഞ്ഞ് ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇതെല്ലാം കാരണം ഒരു ഫ്രീ സർവീസ് എന്ന രീതിയിൽ ആണ് തിരുവാലി പഞ്ചായത്തിൽ ഇന്നലെ ഈ പ്രോഗ്രാം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാമൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP ഭാസ്കരൻ, സജീസ് അല്ലേക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് JCB ഉപയോഗിച്ച് കർഷകരുടെ നേതൃത്വത്തിൽ പന്നികളെ കുഴിച്ചുമൂടി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം.